നമസ്കാരം, ജാഫർ പുല്ലശ്ശേരിയാണ്. ഇന്ന് നമ്മൾക്കറിയാം, നമ്മുടെ വേടൻ എന്ന് നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഒരു വല്ലാത്ത ലഹരിയാണ്. വേടൻ ഒരു കലാകാരൻ. എന്നാൽ പഴയ കാലത്ത് വേടുണ്ടായിരുന്നു. നമ്മൾക്കറിയാം, പല വേദികളിലും പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊക്കെ കോരിത്തിരപ്പിച്ചിട്ടുള്ള അന്നത്തെ വേടൻ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനത്തെ ഒരാളെ ഞാൻ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഇങ്ങനെ എല്ലാം സെറ്റാണ്, അടിപൊളിയാക്കി നിൽക്കുകയാണ്. നമുക്ക് ഈ പരിചയപ്പെടാം. ഓക്കെ, നമ്മുടെ ഗഫൂർക്കുണ്ട്, ഷെരീഫ് ഭായ് ഉണ്ട്, പിന്നെ നമ്മൾ പറയപ്പെട്ട വേടൻ, പഴയ കാലത്തെ വേടൻ, ഇന്ന് മോമാലി ഹാജി മുഹമ്മദ് പേരൂർ. അങ്ങനെ ടിവിയിലൊക്കെ എങ്ങനെയാണ് ഹാജി മുഹമ്മദ് പേരൂർ. ഇതാണ് നമ്മൾ പറയപ്പെട്ട തുറക്കൽ. മഞ്ചേരി തുറക്കലാണ്. നമ്മുടെ ഇവിടൊക്കെ സെറ്റാണ്. നമുക്ക് ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടി നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. കട്ടൻ ചായ വരാൻ നിൽക്കുകയാണ്. അങ്ങനെ കട്ടൻ ചായ കുടിച്ചിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് ഉഷാറാക്കാം. ഓക്കെ, ഷെരീഫായി എന്തുവാണ്? സുഖകരം. നമ്മൾ പണ്ട് പരിചയപ്പെട്ടതാണ്. ഓക്കെ, ഇന്നും ആ ഒരു ആർജവും വീരൊക്കെ ഉണ്ട്. അതിന്ന് നിലകൊണ്ടിട്ടാണ് ഇന്ന് റിതംസ് മഞ്ചേരി എന്ന് പറഞ്ഞ ഒരു കൈമുട്ടിപ്പാട്ട്. ആ കൈമുട്ടിപ്പാട്ട് ഇപ്പോ ഒരു ഹവാലി വാർഷികങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഓക്കെ, അത് നമുക്ക് പിന്നെ ഒരിക്കൽ കാണിക്കാം. ഫേസ് മീഡിയന്റെ ഒരു തുടക്കത്തിൽ തുടങ്ങിയതാണ്. ഓക്കെ, അത് സന്തോഷം. അതിനൊരു ഭാഗമാക്കാൻ എനിക്ക് പറ്റിയൊരു സന്തോഷം. ഗഫൂർക്ക, മഞ്ചേരിയിലെ കലാ സാംസ്കാരിക വേദിയിലൊക്കെ നടക്കുന്ന നമ്മളെ ഗഫൂർക്ക എന്ത് പറയണം? ഞാനൊന്ന് ആസ്വദിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, നിങ്ങൾ കുറെ കാലം നമ്മളിങ്ങനെ തപ്പൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. നിങ്ങൾ ശരിക്കും പഴയ വേടൻ എന്ന് പറയുന്നത് തമാശ പറയല്ല. കാരണം ഒരുപാട് നമ്മ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് കലാകാരന്മാരായിരുന്നു. ഒന്ന് നമ്മളെ വിടിൽ മുഹമ്മദ്, പിന്നെല്ലാണ് നമ്മുടെ മുഹമ്മദ് ഖാൻ. അന്ന് തപ്പൽ തുടങ്ങിയ നിങ്ങളെ. അപ്പോ എന്നാണ് ഈ പാട്ടിലൂടെ ഒരുപാട് പിന്നെ ആളുകളൊക്കെ നിങ്ങള് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാടി പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണ് ഇപ്പൊ നമുക്ക് വേടൻ അറിയില്ല. അപ്പം വേടൻ എന്ന കലാകാരനെ അല്ലെ, അദ്ദേഹത്തെ പോലെയാണ് ഞാൻ ഇപ്പൊ കാണുന്നത് പഴയ വേടൻ. എങ്ങനെയാണ് ഈ ആർജവം കിട്ടിയത്? അതായത് എന്റെ ജനനം 1953-ലാണ്. ഇപ്പൊ ഏതാണ്ട് 72 വയസ്സായി. 13-ാമത്തെ വയസ്സിലാണ് പാട്ട് തുടങ്ങിയത്. അത് പെങ്ങള് PT വീരാമുട്ടി മൗലവിയുടെ ഹജ്ജ് യാത്ര ഇങ്ങനെ പാടും, തൊണ്ടിയിൽ കുട്ടീനാട്ടിട്ട്. പുലിക്കൊള്ളയിത്രൊക്കെ എഴുതിയ കത്ത്, അതിന് മറുപടി ഇയാളും പാടും. ആര്? PT വീരാമുട്ടി മൗലവി. PT വീരാമുട്ടി മൗലവി 1956 ഹജ്ജിന് പോയത്. അന്നൊന്നും ഞാൻ ജനിച്ചിട്ടില്ല, 53-ലാണ്. അങ്ങനെ ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ ഞാന് പാട്ടിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പൊ പുലിക്കൊള്ളയിത്രൊക്കെ പറയാണ്, PT നിങ്ങൾ ഞങ്ങളോടൊന്നും മിണ്ടാതെ നാട്ടിന് ഹജ്ജിന് പോയേ വാർത്ത. പിന്നെ ചിലർ പറഞ്ഞും ചന്ദ്രിക റിപ്പോർട്ടിനും കനിന്തറിമായേ. വീട്ടുകാരോടും കൂടി പറയാതെ കോഴിക്കോട്ടേക്കാണെന്നും പറഞ്ഞ് ശേഷം വേമ്പോയി തീവണ്ടി കേറി മുംബൈ സെറ്റും ബോംബായിൽ ചെന്നങ്ങാണഞ്ഞ്. ഇതിന് മറുപടി ആയിട്ട് PT വീരാമുട്ടി മൗലവി കത്ത് എഴുതാണ് ഇങ്ങോട്ട്. ഇത് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് അയച്ച കത്ത്. ഇങ്ങോട്ട് എഴുതുകയാണ്. അതിന് മറുപടി കൊടുക്കുകയാണ്. പടപ്പെല്ലാം പടച്ച് പോറ്റിടും റബ്ബിൻ തിരുനാമം പരിക്ക് മുൻ സോദി ഹംദും ലഭിക്കുന്നല്ല. അഖിലാണവർക്കും എല്ലാ സടബോർ അടങ്കൽക്കും തസലീമും പടിപൂറ്റേ മലയാള കവികൾക്ക് സമാൻ തന്നിൽ മകുടമായി വിലസിയും ആയിതർക്കാക്ക അവരും മാമൊല്ലാക്ക ഇവരുടെ മെഹബൂബായിടും PT എഴുതി മക്ക തടമോ അറുവാമ കൊള്ളെ ഊമയ്യന്നില്ലായ ചീടை സദർജ പാട്ടാത് കേട്ടി അടുത്തുള്ളോരും കൂടി പൊളിത്തെല്ലാരും പാടി സഖിയോരേ മദീനത്താണേ അന്നേരം.
അങ്ങനെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേട്ട് 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 എനിക്കും തന്നെ അത് പഠിച്ച. അപ്പൊ ആ പാട്ട്, അതിലെ പാട്ടുകൾ മുഴുവൻ 3 കത്തുകൾ പുലിക്കുള്ളി ഇതൊക്കെ അങ്ങോട്ട് അയച്ചു. ഇനി 22 കത്തും കെട്ട് മറുപടി PT വീരൗട്ടി മതി കേട്ടി. എന്റെ ജ്യേഷ്ഠന്റെ അമ്മസനും കൂടിയാണ് PT വീരൗട്ടി മതി. അത്രയും അതിൽ ഫസ്റ്റ് 106 ഇശലാണ്. അത് ഇപ്പൊ ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചിട്ടാണ് ഇപ്പൊ ഓരോരുത്തർ അതിന്റെ ഇശൽ മനസ്സിലായത്. 106 ഇശലുണ്ടായി. പല ഇശലായിട്ട് പാടില്ല. ഫസ്റ്റില് പാട്ട് ഏതാറിയോ? അഹിതത്തിലെ മകമിയം പരിപാട്ടര പൊരുൾ ബിസ്മില്ല അളകൂറ്റലകുറി അനുദിനം ഖുർആനിൻ അളകൂറ്റലകുറി ബിസ്മില്ല. അപ്പോ അതിന്റെ തുടക്കാണ്. അങ്ങനെ ഒരുപാട് 106 ഉണ്ടാവും. ഒരു അർത്ഥമൊന്നും പാടണ്ടല്ലോ. ഞങ്ങളുടെ ഉസ്താദ് ഷെരീഫിന്റെ എന്റെ ഞങ്ങളൊക്കെ ഇവിടെ തുറക്കല് കുറെ ടീമുണ്ട്. ഞങ്ങളെ കോൽക്കളിയൊക്കെ പഠിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ പിന്നെ പോയത്. എന്നെ അവിടെ കൊണ്ടയാക്കിയത് നമ്മളെ മാനുവാണ്. ഒരു സിംഹത്തിന്റെ മടയിൽ മാനുവാണ്. അദ്ദേഹം ബദർ ചരിത്രമൊക്കെ വളരെ ഈസി ആയിട്ട് എഴുതിയ ഒരു മഹൽ വ്യക്തിയാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ തന്റെ പദവികൾ മെത്തവരുത്തമരായ സഹാബികളാം ബദിരീകളെ മുന്തിയ ചന്തമതൂട്ടാനായി ചുടുചോര ചിന്തിയ മാതിരി ഒത്തുട മാതിരി ഒത്തവരാം സുഹദാക്കളെ മത്തിരമായിരം ശത്രുയാഗമതെത്തി ബദർപട മുറ്റത്ത് മന്നന തന്ന ഭുജാകിൽ മുന്നടി നിന്നിടെ മൂപ്പസ്ഥാനത്ത് കത്തിശരം ഗതകെട്ടാരം വിതത്തരമായുധമേറ്റത്തിൽ കൈകളുമായവരോട് ജിഹാദടൽ ചെയ്യുവതിനുള്ള കൂറ്റത്തിൽ മതി ചെത്തി മത്തി കൂതി കൂതിച്ചാണി തെറ്റി 800 എന്തൊരു കേമ 313 മഹാന്മാർ അങ്കിങ്കും പൊങ്കും ചീർ പങ്കജ ദുർഗങ്കണ ഗംഗേമ ഗിരീട അങ്കരതങ്ങളിൽ പൊങ്കുമലങ്കൃത. ഈ ചരിത്രം ബദർ ഫുള്ളായിട്ട് ഒരൊറ്റ പാടുമ്പോ തന്നെ ഉസ്താദ് എഴുതിയിട്ടുണ്ട്. അതേമാതിരി വൈദ്യാരാരാന്നുള്ളത് നമ്മുടെ വൈദ്യാരെ കുറിച്ചും എഴുതിയവരുണ്ട്. അത് MH വെള്ളുവങ്ങാടാണ്. അദ്ദേഹം ഇപ്പൊ ഹജ്ജിന് പോയിരിക്കുകയാണ്. നിന്റെ അടുത്ത് വീട്ടിലൊക്കെ വന്നിട്ട് എപ്പോഴും വരും. നല്ല എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, ഈ അതായത് വൈദ്യാരം ഉമ്മാനും ബാപ്പാനും എല്ലാരും പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പാട്ട് എഴുതിക്കുന്നത്. ഉത്തിറയോനിൽ ഹന്ത് സലാത്ത് സലാം റസൂൽ മുത്തരികോർക്കൊക്കെ ജനിത്തൊരു സത്യചരിതം പാടട്ടെ. ഉത്തമരൊത്തിരി സുഹൃത്തണ്ടവരാം കവി പൂങ്കവരാം മകമോയിൻ കുട്ടി കവീവരെ പുകളോതട്ടെ. ഉച്ചവരാം കുഞ്ഞാമിന പെറ്റൊരു ആറ്റക്കനി മുത്തവരാണ് ഉണ്ണി മമ്മദ 2 മുന്നിടും വൈദ്യർ തന്റെ പിതാവാമേ